ഹായ്, വെൽക്കം ടു ഐഡിയാസ് ഫോർ അവർ. ഐഡിയാസ് ഫോർ അവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ ടോപ്പിക് കോമൺ ഓപ്പറേറ്റിംഗ് മെഷീൻ പർപ്പസ്ലി യൂസ് ഫോർ ടെക്നോളജിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച്, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് സാധാരണ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ഇത്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. നമ്മൾ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിലിരുന്നും അതല്ലെങ്കിൽ പുറത്തോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ IT കമ്പനികൾ അതിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശാരീരികമായിട്ട് കമ്പ്യൂട്ടറിൽ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്ത് ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോൾഡർ ഏരിയയിൽ ഡെൽറ്റോയിഡ്, നമ്മുടെ നെക്കിന്റെ ബാക്കിൽ, പിന്നെ ബാക്ക് സൈഡ്, പിന്നെ നമ്മൾ വരുന്ന ഫോർ ആം, റിസ്റ്റ്, ഫിംഗർ, പിന്നെ പ്രധാനമായിട്ടും നടു. അപ്പൊ ഇങ്ങനെയുള്ള പാർട്സുകൾക്കൊക്കെ കുറെ പേർക്കൊക്കെ വേദനകൾ വരാറുണ്ട്. നമ്മൾ മിക്കവാറും പേർക്ക് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അറിയാം, പരിഹരിക്കാനൊക്കെ പലർക്കും അറിയാം. പലരും അത് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അത് ഇരുന്നിരുന്നിരുന്ന് കൈ അഴിച്ചു, ഭയങ്കര വേദന, പൊങ്ങുന്നില്ല, കൈ താഴുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മളത് പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ ചെറിയ രീതിയിൽ ഒരു വാമിങ് എന്നുള്ള രീതിയിൽ ഒരു വർക്കൗട്ട് പോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആ മുക്തി നേടാൻ സാധിക്കും. അപ്പം നമ്മൾക്ക് വീട്ടിൽ വന്നിട്ട് ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് വേണ്ടി ഇതിനു വേണ്ടി മാത്രം നമ്മൾ ചെലവഴിച്ചാൽ മതി. ഇനി പുറത്താണെങ്കിലും അതിന് പറ്റിയ സൗകര്യമുള്ളവർക്ക് ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് ഒക്കെ ചെയ്ത് നമ്മുടെ അവിടെ ഒരു വർക്കൗട്ട് പോലെ ചെറിയ രീതിയിൽ, അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കും. അവിടെ നമ്മുടെ ജോലി കൃത്യമായിട്ട് നല്ല കറക്റ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഒരു 3 ദിവസം നിങ്ങൾ ഈ വർക്കൗട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ मതി। दोस्तों, मेरे चैनल का ये वीडियो देखकर आप लोग इतना ज़्यादा सोचने की कोई ज़रूरत नहीं है। मैं जो वीडियो में बता दिया है 3 दिन का अंदर यही वर्कआउट करके आप लोगों को अच्छा सा रिजल्ट मिलेगा, आप लोगों को भी कामयाब हो जाएगा। इसी तरह कामयाब हुआ नहीं तो आप लोगों को बिल्कुल कामयाब हुआ नहीं तो क्या करना है, मेरा चैनल सब्सक्राइब करने का कोई ज़रूरत नहीं है। अगर ऐसा हुआ तो मेरा चैनल ज़रूर सब्सक्राइब कर लेना। अब तो आप लोग मेरा वीडियो देख लो। ഇപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി കൈപ്പത്തികൾ എങ്ങനെയാണ് അപ്പോൾ കറക്റ്റ് ചെയ്ത് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്പീഡ് ഒരിക്കലും കൂടരുത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈയുടെ ഈ ഷോൾഡർ ഏരിയയിലുള്ള ഡെൽറ്റോയിഡ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ്, കൈയുടെ ഉയരം. ഇനി അടുത്ത ഭാഗത്തേക്കുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് താഴേക്ക് കൈകളുടെ ഫിംഗർ വരെയും വരും അതിൻ്റെ സപ്പോർട്ട്. ഈ വർക്കൗട്ടിന് കൈയുടെ പൊസിഷൻ മൂവ്മെൻറ്റ് നോക്കുക. കൈ ലോക്ക് ചെയ്താണ് പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴേക്ക് വരുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഫിംഗറുകൾ തമ്മിൽ ലോക്ക് ചെയ്തേക്കാണ്. ലോക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഈ കാണുന്ന പോലെ തന്നെ പ്രസ് ചെയ്ത് കൊണ്ടുവരിക. ഇതിൻ്റെ സൈഡ് വ്യൂ കാണാം. ഇപ്പോൾ കൈ തലയുടെ പിന്നിൽ എത്ര താഴ്ന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണും. അതനുസരിച്ച് അത് ഫോളോ അപ്പ് ചെയ്യുക. ഫ്രണ്ടിൽ ഇപ്പോൾ കാണുന്ന നമ്മൾ നേരത്തെ ആ ഫ്രണ്ട് വ്യൂ കണ്ട ആ അളവിൽ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളപ്പോൾ ഇത് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ സൈഡ് വ്യൂ കാണിക്കുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ കൈവിരലുകൾ കൊണ്ട് ടച്ച് ചെയ്ത് കാണിക്കുന്ന ഏരിയയിലേക്കാണ് വർക്കൗട്ട് വരുന്നത്. ഇതൊരു സ്പ്രിങ് ആക്ഷൻ പോലെയാണ് ചെയ്യുന്നത്, ഒരു ആക്ഷനായിട്ട് വരുന്നത്. രണ്ട് കൈയുടെ ലോഡ് വെച്ചാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അത്രയും ഭാരം, ആ ഭാരം ഉപയോഗിച്ചാണ്, ആ ഭാഗമാണ് നമുക്ക് ഈ ലോഡ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായി വന്നോളും. അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നെക്കിലുള്ള വർക്കൗട്ടാണ്, കഴുത്തിന്. അതിൻ്റെ ആ രണ്ട് സൈഡിലേക്കാണ് മെയിനായിട്ട് അതിൻ്റെ സപ്പോർട്ട് ലോഡ് വരുന്നത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റൂട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. തിരിച്ച് ഇതുപോലെ കറങ്ങി വരും.
നമ്മൾ ഈ വർക്കൗട്ടൊക്കെ ഒരു പ്രാവശ്യം ഒരു സൈഡിലേക്ക് ചെയ്തിട്ട് അടുത്ത സൈഡിലും ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം. നമ്മളെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് അന്നത്തെ ദിവസം അത് ചെയ്യേണ്ട. അങ്ങനെ ഓരോ ദിവസം ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. വേറെ ഇതുപോലെ വർക്കൗട്ടും കാര്യങ്ങളും എക്സസൈസുകളൊക്കെ ചെയ്തു വരുന്നവർക്ക് അങ്ങനെയുള്ള ഫീൽ ഉണ്ടാവില്ല. ആദ്യം അവിടെ ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉള്ളൂ. ഇനി ഫ്രണ്ടിലേക്ക് വരുന്നു, അതുപോലെ ബാക്കിലേക്ക് പ്രസ് ചെയ്യുന്നു. ഇനി സൈഡ് വ്യൂവിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ബാക്കിലേക്ക് വരുന്ന പ്രസ്സിങ്ങിൻ്റെ റൂട്ട് അറിയാൻ വേണ്ടി നമ്മൾ ഓവറായിട്ടൊന്നും പ്രസ് ചെയ്യരുത്. നോർമലി ഒരാളുടെ തല എത്രയും ബെൻഡ് ചെയ്യാൻ പറ്റും ബാക്കിലേക്ക് അത്രയും തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഒരുപാട് ലോഡുകളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കരുത്. അത് ഏത് പാർട്സിന് വർക്കൗട്ട് ചെയ്താലും ലോഡൊന്നും കൊടുക്കണ്ട. നമ്മളുടെ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ പാർട്സിനുള്ള ആ റൂട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അവനവൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അത് അനുസരിച്ചിട്ട് വേണം അവരവർ വർക്കൗട്ട് ചെയ്യാൻ. നെക്സ്റ്റ് നടുവിൻ്റെ ഭാഗത്തേക്കുള്ള വർക്കൗട്ടാണ് വരുന്നത്. ഇത് കോമൺ ആയിട്ട് പല മേഖലകളിലും ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ നടുവേദന. അപ്പോൾ അതിന് നോർമലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഈ വർക്കൗട്ടൊക്കെ ചെയ്താൽ നമുക്ക് ശരിയായി വരുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളവരൊന്നും ഈ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. നമ്മൾക്ക് ഇത് ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന് അവരവരുടെ കാര്യം അവരവർക്ക് മാത്രമേ അറിയൂ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ഉറപ്പായിട്ടും ഇത് ചെയ്തോളൂ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ സ്പീഡെല്ലാം എപ്പോഴും കറക്റ്റ് ചെയ്ത് വേണം നമ്മൾ ഈ വർക്കൗട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ നടുവിനുള്ള വർക്കൗട്ടിൻ്റെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എണ്ണം ഒരുപാട് കൂടിപ്പോകരുത്. എണ്ണം വളരെ കുറച്ച് ചെയ്താൽ മതി. ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കും വീതം ചെയ്താൽ മതി. 3 പ്രാവശ്യം ഫ്രണ്ടിലേക്ക് 3 പ്രാവശ്യം ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ പ്രാക്ടീസായി വരുന്നതനുസരിച്ച് മാത്രം കൂടുതൽ ചെയ്യുക. കൈകൾ നിർബന്ധമായും ഇതുപോലെ തന്നെ വയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്.